ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ വൈകി എണീക്കുന്നു, ഉണ്ടാക്കാൻ മടി, ഒരുപാട് സമയം അടുക്കളയിലൊക്കെ പണിയെടുക്കാൻ മടി. ആ സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ചാറൊക്കെ കിട്ടി നല്ല സോഫ്റ്റ് ചിക്കനായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതേ നല്ല ചൂടാണ്. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വേറൊന്നും വേണ്ട, ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി. അപ്പോൾ നമ്മൾ തലേ ദിവസം ചിക്കൻ ഫ്രൈക്ക് വേണ്ടി പുരട്ടി വെക്കുന്ന ചിക്കനില്ലേ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പുരട്ടി തലേദിവസം ഫ്രൈ ചെയ്യിക്കാൻ വെക്കുന്ന ചിക്കൻ. അപ്പോൾ ഞാനിത് തലേദിവസം ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ബാക്കി വന്ന ചിക്കനാണ് ഫ്രിഡ്ജിൽ വെച്ചാണ്. അപ്പോൾ അത് രാവിലെ ഞാൻ എടുത്തു വന്നാൽ ഇതൊരു ചിക്കൻ കറി ആക്കാം, ഇടിയപ്പത്തിന് പറ്റിയ. അപ്പോൾ അത് പുരട്ടി വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തു. അതിലേക്ക് ഒരു 3-4 സവാള അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ അതിന് ഞാനെല്ലാം ആ ചിക്കൻ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചേക്കണ സവാളയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുത്താന്ന് വെച്ചാൽ കുറച്ചല്ലേ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കണുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കറിക്ക് വേണ്ടി എടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കണം. എന്ന് വെച്ചാൽ ഉപ്പ് ഞാൻ ഓൾറെഡി അതിൽ 2 സ്പൂൺ ഇട്ടാണ്, കാരണം വേറെ ഇട്ടില്ല. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് സവാളയും ചിക്കൻ്റെ ഇതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് സവാള ഇങ്ങനെ ഞെരടി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പാത്രത്തിൽ കുറച്ച് ചാറ്, ആ വെള്ളമൊഴിച്ച് ചാറുണ്ടാവുമല്ലോ പുരട്ടി, ആ ചാറും കൂടി വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളവും കൂടി കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്തിരിയും കൂടി ചാറ് വേണം ഈ കറിക്ക്. അപ്പോൾ നമുക്ക് ഇടിയപ്പത്തിനൊക്കെ ചാറ് വേണമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഓൾറെഡി ഞാൻ ഫ്രൈ ചെയ്യാൻ വെക്കാൻ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വിസിലോട്ട് കുക്കർ ഗ്യാസിലേക്ക് വെച്ചു. അതിന് ഒറ്റൊരു വിസിൽ മതി. അതിലേക്ക് നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ടാവില്ല. ഒറ്റ വിസിൽ വന്ന് മറ്റേ ഗ്യാസ് ഓഫ് ചെയ്ത് പ്രഷർ പോയി കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ കറി തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാലയൊക്കെ ഒന്ന് കുറവാണെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് മസാല ഇട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മസാല ആയിരിക്കും കുറവ് വന്നത്. പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ കുക്കറിൽ തന്നെ ഇട്ട് അടിക്കുന്നുണ്ട്. മസാലയും ഉപ്പൊക്കെ കുറവാണെങ്കിൽ മാത്രം അതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ അല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ഈ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി നമുക്ക് വളരെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.